നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ ഭാര്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുവാനും ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. ഈ പ്രണയബന്ധത്തിൽ എത്രയൊക്കെ മോശപ്പെട്ട സാഹചര്യങ്ങൾ വന്നാലും കാലചക്രം ഒരിക്കൽ നമുക്ക് അനുകൂലമായി വരുമെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. അതെ, ഈ പ്രണയബന്ധത്തിൽ ഈ വ്യക്തിക്ക് നിങ്ങളോടും ഈ പ്രണയബന്ധത്തോടും ഉള്ള ആത്മാർത്ഥമായിട്ടുള്ള വികാരം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുമായി അകന്നു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു പ്രണയബന്ധത്തിനോട് ഈ വ്യക്തിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ടോ? മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുവാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ പേഴ്സണെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട് ശ്രമിക്കുക. ഈ വ്യക്തി ഇപ്പോഴും ഈ പ്രണയബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്തെന്നാൽ ഇപ്പോൾ പറ്റിയ സമയമല്ല എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. അതായത് അത്ര നല്ല സമയമായിട്ട് ഈ വ്യക്തിക്കും തോന്നിക്കുന്നില്ല. നിങ്ങൾക്കിടയിൽ അനാവശ്യമായിട്ടുള്ള ഒരു കലഹമായിട്ടുള്ള ഒരു ടെൻഡൻസിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് രണ്ടാമത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, യാതൊരു തരത്തിലും ഒരു സമാധാനപരമായിട്ടുള്ള രീതിയിൽ പോകാൻ സാധിക്കാതെ ഒരു കലാപമായിട്ടുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ബാലൻസ് കൊണ്ടുവരണമെന്ന്, അതായത് ഒരു സ്റ്റെബിലിറ്റിയും നിലനിൽപ്പും കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത ഒരു തരത്തിലുള്ള ക്യാരക്ടറാണ്. ഒരുപക്ഷെ നിങ്ങളുടെ സ്വഭാവവും അങ്ങനെ തന്നെയായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഭാവമാറ്റം ഈ വ്യക്തിയിൽ പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇവിടെ ഈ വ്യക്തിക്ക്, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിക്ക് ഒട്ടും തന്നെ സമാധാനവും സന്തോഷവും തോന്നിക്കാത്ത സ്ഥലം ഏതാണോ ആ സ്ഥലത്ത് നിന്നും പുറത്തേക്ക് വന്ന് സമാധാനവും സന്തോഷവും ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുവാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശ്രമിച്ചു, അത് വിജയിച്ചു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. കാരണം നല്ലൊരു കാലഘട്ടത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി കാത്തിരിക്കുകയാണ്. വിധിയെ പഴിച്ചും ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തെ കുറിച്ച് ഓർത്തും ഈ പ്രണയബന്ധത്തെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ പാതി വഴിയിൽ ഉപേക്ഷിക്കുവാനോ ഈ പ്രണയബന്ധത്തിൽ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെടുത്താനോ യാതൊരു തരത്തിലും ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. ഇവിടെ നല്ല രീതിയിൽ തന്നെയുള്ള വക്രബുദ്ധിയുള്ള ആളുകളുടെ ഊർജം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒന്നിക്കുന്ന കാര്യത്തിൽ നല്ല രീതിയിൽ തന്നെ തടസ്സം നിൽക്കുകയും അതിൽ മോശപ്പെട്ട കാര്യങ്ങൾ മനഃപൂർവ്വം കണ്ടെത്തി അതൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് നിങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ തന്നെയുള്ള വിശ്വാസക്കുറവും കലാപവും സൃഷ്ടിക്കാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് തീർത്തും അച്ഛനമ്മമാർ തന്നെ ആകാനാണ് കൂടുതൽ സാധ്യത. ഒരുപക്ഷെ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതൊരുപക്ഷെ നിങ്ങളുടെ പാരൻസിനോ സമൂഹത്തിനോ അംഗീകരിക്കാൻ കഴിയാൻ പറ്റാത്ത കാര്യങ്ങളും ആയിരിക്കാം. അതുകൊണ്ട് ഈ വ്യക്തി മറ്റുള്ളവരുമായിട്ട് തർക്കിക്കാനോ, അതായത് സ്വന്തം അച്ഛനമ്മമാരായിട്ട് പോലും തർക്കിക്കുവാനോ സ്വന്തം ഭാഗം ക്ലിയർ ചെയ്യുവാനോ പ്രതികരിക്കാനോ യാതൊരു തരത്തിലും താല്പര്യപ്പെടുന്നില്ല. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവായി കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുടെ ശുഭാപ്തി വിശ്വാസം തന്നെയാണ്. കാരണം ഏതൊക്കെ സാഹചര്യങ്ങൾ വന്നാലും എത്ര വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടാലും നാളെ നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകും, അല്ലെങ്കിൽ നാളെ ഒരു അവസരം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഈ പേഴ്സൺ. ഇവിടെ നല്ല രീതിയിൽ തന്നെയുള്ള നിങ്ങൾക്കിടയിൽ കലാപം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് അനാവശ്യമായിട്ടും വേണ്ടുന്നതിനും വേണ്ടാത്തതിനും ഒക്കെയും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പോസിറ്റീവായി പറയുകയാണെങ്കിൽ കാലചക്രം പ്രതികൂലമായിട്ടാണ് ഈ പ്രണയബന്ധത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും ഈ വ്യക്തി വിശ്വസിക്കുന്നത് നിങ്ങളുമായി ഇനി വീണ്ടും കലാപത്തിൽ ഏർപ്പെടേണ്ട ആവശ്യമില്ല. പക്വതയോടുകൂടിയും ചിന്താശേഷിയോടുകൂടിയും
ഗൗരവത്തോടു കൂടിയും ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കും അന്തരീക്ഷത്തിലേക്കും മാറുന്നതായിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ മനസ്സിൽ വരുന്ന സംശയങ്ങളും ഈ പ്രണയത്തിൽ തെളിയാതെ കിടക്കുന്ന ചില നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തതയിലേക്കും വെളിച്ചത്തിലേക്കും വരുമെന്ന് ഈ വ്യക്തി സ്വയം വിശ്വസിക്കുന്നു. ഇവിടെ ഒരുപാട് സൗഹൃദങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സൗഹൃദങ്ങൾ എന്ന് പറയുമ്പോൾ ഈ വ്യക്തി ആ സൗഹൃദങ്ങളെല്ലാം തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതായി നമുക്കിവിടെ കാണാം. പക്ഷെ അതൊരിക്കലും നിങ്ങൾക്കോ ഈ പ്രണയബന്ധത്തിനോ മോശമായിട്ട് വരുന്ന രീതിയിലല്ല. പകരം മാനസികപരമായിട്ടും ചിന്തകളിലും എടുക്കുന്ന തീരുമാനങ്ങളിലെല്ലാം തന്നെ ഒരു സമാധാന അന്തരീക്ഷം കൊണ്ടുവരാനും വ്യക്തത കൊണ്ടുവരാനും വേണ്ടിയിട്ട് തന്നെയാണ്. ഇവിടെ ഈ വ്യക്തിയും നിങ്ങളും വളരെയധികം പേടിയിൽ അകപ്പെട്ടു പോകുന്നുണ്ട്. ചില സമയത്ത് ഭയം നിങ്ങളെ രണ്ടുപേരെയും കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. അത് തീർത്തും ഈ ഒരു കാലചക്രം പ്രതികൂലമായി കറങ്ങുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ പ്രണയബന്ധത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിൽ പോലും അതൊന്നും നിങ്ങൾക്കും ഈ വ്യക്തിക്കും പറഞ്ഞിട്ടുള്ളതല്ല. കാരണം അതൊന്നും നിങ്ങൾക്കും ഈ വ്യക്തിക്കും പറഞ്ഞിട്ടുള്ളതല്ല. അനാവശ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ തന്നെയാണെന്നുള്ള സത്യമാണ് ഈ വ്യക്തി മനസ്സിലാക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും തുടങ്ങുന്നുണ്ട്. അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള അന്തരീക്ഷവും സ്നേഹവും ക്ലാരിറ്റിയുമാണ് ഈ വ്യക്തിക്ക് വേണ്ടത്. അതിനുവേണ്ടി നല്ലൊരു അന്തരീക്ഷം ഈ വ്യക്തി കണ്ടുപിടിച്ചതായും അവിടെ ജീവിക്കാൻ തുടങ്ങിയതുമായും നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അധികം വൈകാതെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ഈ വ്യക്തി വരുന്നതായിരിക്കും. കാരണം ചുറ്റിനും ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും നിങ്ങളുമായി ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന്റെ സുഖം മറ്റൊന്നിലും ഈ വ്യക്തിക്ക് ലഭിക്കുകയില്ല എന്നുള്ള സത്യം കൂടി മനസ്സിലാക്കുന്നു. ഇവിടെ ഇപ്പോൾ തനി ആവർത്തനം മുജ്ജന്മത്തിൽ പല കാര്യങ്ങളും വരുന്നുണ്ട്. അത് മുജ്ജന്മത്തിൽ സംഭവിച്ചിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളാണ്. അത് ഈ ഒരു പ്രണയബന്ധത്തിലും ഇടയ്ക്കിടെ അതിന്റെ ഊർജം വരുന്നുണ്ട്. അത് പുനരുത്ഥാനം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ആ പഴയ ശക്തി വീണ്ടും ഉടലെടുക്കുന്നുണ്ട്. അതിൽ പലതും നെഗറ്റീവായിട്ടുള്ള ശക്തികളാണെന്ന് മാത്രം. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് ഒറ്റപ്പെട്ട് തന്നെയാണ് ഇപ്പോഴും ഈ പേഴ്സൺ മനസ്സുകൊണ്ട് നിൽക്കുന്നത്. പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഈ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം എന്നുള്ള ചിന്തകളോട് കൂടിയാണ് മറ്റുള്ളവരായിട്ട് ചെങ്ങാത്തം കൂടിയിട്ടുള്ളത്. സ്വന്തം അച്ഛനും അമ്മയിൽ നിന്നു പോലും കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമോ അഭിപ്രായമോ ഈ വ്യക്തിക്ക് ലഭിക്കുന്നില്ല. അവര് പോലും ഒരുപക്ഷെ ഈ വ്യക്തിയോട് കുറച്ച് ക്രൂരമായിട്ടും അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത രീതിയിലും കർശനമായിട്ടുള്ള രീതിയിലും അവര് പറയുന്ന രീതി മാത്രം അനുസരിക്കാവൂ എന്നുള്ള ഒരു കർശന നടപടിയോട് കൂടിയാണ് അവര് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ ഈ പേഴ്സൺ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ തന്നെ ഒരു മോശപ്പെട്ട സാഹചര്യത്തിലേക്ക് പോവുകയുള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വ്യക്തി ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് നിങ്ങളുമായി ഇത്രയും കലാപത്തിലേക്ക് പോയത് എന്നാണ് ഇപ്പോൾ ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം അതിന്റെ ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യം കൂടി ഈ വ്യക്തി മനസ്സിലാക്കുന്നു. കലാപത്തിലൂടെയും വാക്കുതർക്കത്തിലൂടെയും ആരും ഇന്നേ വരെ ഒന്നും നേടിയിട്ടില്ല എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ചും പ്രണയബന്ധത്തിൽ. പ്രണയം എന്ന് പറയുന്നത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും ക്ഷമിക്കാനും പൊറുക്കാനും തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അതിനെ തിരുത്തി നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് പ്രണയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സത്യം കൂടെ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. എന്തു തന്നെ ആയാലും നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിച്ച് ശുഭാപ്തി വിശ്വാസത്തോടെ കാലചക്രം ഇനി അനുകൂലമായി വരുമെന്നും അപ്പോൾ നല്ല കാലം വരുമെന്നും ഭാഗ്യം ഓടിയെത്തുമെന്നും ഈ വ്യക്തി തിരിച്ചറിയുന്നു, മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ശുഭാപ്തി വിശ്വാസം അത്രയും അധികം വളരെയധികം ഊർജത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിങ്ങളോടുള്ള ശുഭാപ്തി വിശ്വാസം ഒരിക്കലും ഈ വ്യക്തിക്ക് കളയുവാൻ സാധിക്കുകയില്ല. കാരണം ഈ വ്യക്തി മുന്നോട്ട് ജീവിക്കുന്നത് പോലും നിങ്ങളിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ വായന ഇത്രയേ ഉള്ളൂ. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.
ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.